ഹായ് മക്കളെ, ഞാൻ സ്വാതി, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഇതാ ഒരു 1 മന്ത് കഴിഞ്ഞാൽ നമ്മുടെ നീറ്റ് 2026 ഇത് എത്തിപ്പോയില്ലേ. ഇത്ര പെട്ടെന്നല്ലേ നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷൻ ടൈമൊക്കെ പോയത്. പക്ഷേ ഈ ലാസ്റ്റ് 1 മന്ത് ഓഫ് നീറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അത്രയ്ക്കും ക്രൂഷ്യലാണ്. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം. അതിൽ തന്നെ ഫിസിക്സിനെ എങ്ങനെയാണ് നിങ്ങൾ ലാസ്റ്റ് 1 മന്തിൽ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഫിസിക്സ് നമുക്ക് ഇൻഡെപ്തിൽ പോയിട്ട് അതിൻ്റെ തിയറിയൊക്കെ മനസ്സിലാക്കി പഠിക്കാൻ മാത്രം ടൈമൊന്നും നമുക്കിനിയില്ല. ഇനിയുള്ള എല്ലാ ടൈമും നമ്മൾ ക്വസ്റ്റ്യൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ലാസ്റ്റ് 1 മന്ത് ഡെയിലി ഒരു 2 hours വെക്കും. ആ 2 hours 1-2 ചാപ്റ്റർ വെച്ചിട്ട് റിവൈസ് ചെയ്ത് പോയിരുന്നു. എങ്ങനെയാണ് നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് റിവൈസ് ചെയ്തതെന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ നീറ്റിൻ്റെ ഞാൻ എഴുതിയിട്ടുള്ള ഫിസിക്സിൻ്റെ നോട്ട് ബുക്സൊക്കെ എടുത്ത് വെക്കും. എന്നിട്ട് ജസ്റ്റ് ഒരു 20 to 30 മിനിറ്റ്സിൽ ഓടിച്ച് പോകും. ആ ഒരു ചാപ്റ്ററിലുള്ള എല്ലാ ഇക്വേഷൻസും ആ ഒരു ചാപ്റ്ററിലെ മെയിനായിട്ടുള്ള കോൺസെപ്റ്റ്സ് കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഓടിച്ച് പോകും. സോ ദാറ്റ് എനിക്കൊരു വേഗ് ഐഡിയ, വേഗല്ല, കുറേ തവണ നമ്മൾ ഇതേ ചാപ്റ്റർ റിവൈസ് ചെയ്തിട്ടുണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടന്റ് എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടും ആ ഒരു ഫസ്റ്റ് റിവിഷനിൽ തന്നെ. അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത്, ഞാൻ ഒരു ഗൈഡോ അല്ലെങ്കിൽ PYQs, ഞാൻ മെയിൻലി ലാസ്റ്റ് 1 മന്തിൽ ചൂസ് ചെയ്തിരുന്നത് PYQs ആയിരുന്നു. PYQs ഞാൻ അതിൻ്റെ മുന്നേ ഒന്നും പ്രാക്ടീസ് ചെയ്തിരുന്നില്ല. ആദ്യമൊക്കെ ഞാൻ ഗൈഡ്സ് അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തത്. സോ ദാറ്റ് എനിക്ക് PYQ ലാസ്റ്റ് 1 മന്തിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാമല്ലോ എന്നുള്ള രീതിക്ക്. ഇനി നിങ്ങൾ ഓൾറെഡി PYQs ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗൈഡോ ഒക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ചിലർ പറയും ഓൾറെഡി ചെയ്തത് വീണ്ടും റിവൈസ് ചെയ്യുക എന്നുള്ളത്. ബട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് നിങ്ങൾ എത്രത്തോളം ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാൻ നോക്കുക. ആൻഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ചാപ്റ്ററിൽ മിനിമം ഒരു 100 to 150 ക്വസ്റ്റ്യൻസ് മിനിമം ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. അത്രയും സ്പീഡും ആക്യുറസിയൊക്കെ നിങ്ങൾ കൂട്ടിയെടുത്തിട്ടുണ്ടാവും ബൈ ദിസ് ടൈം എന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് അത്രയ്ക്കും സ്പീഡൊന്നും ആയിട്ടില്ലെങ്കിൽ തന്നെ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ ഫിസിക്സിന് അലോട്ട് ചെയ്ത ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ചിലപ്പോഴൊക്കെ ചില ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് കിട്ടില്ല. സ്പെഷ്യലി നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു ചാപ്റ്റർ പഠിക്കുമ്പം അതിൻ്റെ ആദ്യത്തെ ഒരു 10-50 ക്വസ്റ്റ്യൻസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുറേ കാര്യങ്ങൾ മറന്നിട്ടുണ്ടാവും. എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്, ഇവിടെ യൂസ് ചെയ്യേണ്ട കോൺസെപ്റ്റ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവും. അപ്പോൾ ആദ്യത്തെ ഒരു 50 ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒരു ഫ്രിക്ഷൻ തോന്നുന്നത് ഇറ്റ്സ് നോർമൽ. അത് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇൻ കേസ് നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മാക്സിമം നിങ്ങളായിട്ട് തന്നെ അത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം. നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം. കാരണം ഫൈനൽ നീറ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കീ ഒന്നും നോക്കി എഴുതാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ സ്വന്തം തലച്ചോറ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം അല്ലേ. അപ്പോൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് അയ്യോ ടൈം പോകുന്നു, ഇത്ര ടൈം എനിക്ക് നോക്കാനില്ല, അപ്പോൾ ഞാൻ ആൻസർ കീ നോക്കിയിട്ട് ആൻസർ പഠിക്കുക, ആ ഒരു സ്കീം നമുക്കില്ല. നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ആലോചിച്ചിട്ട് ആൻസർ കണ്ടെത്തുക. ഇൻ കേസ് അത്രയും ആലോചിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം ആൻസർ കീനെ ഡിപ്പെൻഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ എല്ലാ ചാപ്റ്ററും ഈ ഒരു 30 ഡേയ്സിനുള്ളിൽ റിവൈസ് ചെയ്തെടുക്കുക. ആൻഡ് ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ മോഡൽ എക്സാം വെച്ച് എഴുതിക്കൊണ്ടിരിക്കുക. ആൻഡ് അതിൻ്റെ എക്സാം പേപ്പർ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ എവിടെയൊക്കെയാണോ വീക്ക്, ആ വീക്കർ ഏരിയാസ് ഒക്കെ നിങ്ങൾ സ്ട്രെങ്തൻ ആക്കി കൊണ്ടുവരണം. എങ്കിൽ മാത്രമാണ് ഫൈനൽ നീറ്റ് ആകുമ്പോഴേക്ക് നമുക്ക് ഈ ഒരു ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും എല്ലാ ഭാഗവും നല്ല സെറ്റാക്കി ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് ഒരു കംപ്ലീറ്റ് നീറ്റ് എക്സാമിന് എല്ലാ പ്രിപ്പറേഷനും നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. പലപ്പോഴും ഫിസിക്സ് ആണ് കുട്ടികൾക്ക് ഭയങ്കര ടെൻഷനായിട്ടുള്ള, കുറേ കുട്ടികൾക്ക് ടെൻഷനായിട്ടുള്ളൊരു സബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾ ഓവർ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നല്ല കൂളായിട്ട് എടുക്കുക. പറ്റുന്ന അത്രയും നിങ്ങൾ പഠിക്കുക. ആൻഡ് ഐ എം 100% ഷുവർ നിങ്ങൾ ഈ ഒരു രീതിക്ക് നല്ല പ്രോപ്പറായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ, പ്രോപ്പറായിട്ട് മോഡൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് എക്സാം പേപ്പർ അനാലിസിസ് ഒക്കെ നിങ്ങളുടെ ഹാർട്ട് കൊടുത്ത് ചെയ്ത് നിങ്ങളുടെ എല്ലാ വീക്ക് ഏരിയാസും ഈ ഒരു 1 മന്തിൽ നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് കമ്മിങ് നീറ്റിൽ നല്ലൊരു റാങ്കും നല്ലൊരു മാർക്കും നിങ്ങളുടെ ഡ്രീം കോളേജിൽ അഡ്മിഷനും നേടാൻ മാത്രം ടൈമും നിങ്ങൾക്ക് കഴിവും ഒക്കെ ഉണ്ട്. സോ സൂപ്പറായിട്ട് പഠിക്കുക. ഇനി ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഇത്രയും കാലം പ്രോപ്പറായിട്ട് പ്രിപ്പറേഷനൊന്നും തുടങ്ങാത്ത കുട്ടികൾക്ക് ഇനി എങ്ങനെയാണ് ഒരു ലാസ്റ്റ് 1 മന്തിൽ എല്ലാ സബ്ജക്ട്സും, അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്ത് പോകാൻ ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലാത്ത കുട്ടികളുണ്ടാവും.
അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ക്രാഷ് പ്രോഗ്രാമാണ് സൈലത്തിൻ്റെ എൻഡ് ഗെയിം. സൈലത്തിൻ്റെ എൻഡ് ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓൾമോസ്റ്റ് 80 അല്ലെങ്കിൽ 81 ചാപ്റ്റേഴ്സിനെ പ്രോപ്പറായിട്ട് മൊഡ്യൂളാക്കി തിരിച്ച് ഈ ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിവിഷൻ കിട്ടുന്ന രീതിക്കാണ് നമ്മൾ ഈ ക്രാഷ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെയാണ് സൈലം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് പ്രോപ്പർ സ്റ്റഡി മെറ്റീരിയലും. ഇനി എക്സാംസ്, നിങ്ങൾ അത്രയും എക്സാംസ് എഴുതി ഫൈനൽ നീറ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആക്കുന്ന രീതിക്കാണ് നമ്മൾ ഈ ക്രാഷ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു എക്സാം സീരീസ് തന്നെയുണ്ട്, കുറേ എക്സാംസ് നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കും. ഇതൊന്നും കൂടാതെ സൈലത്തിൻ്റെ ആപ്പ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള AI ഗുരു ഇൻഫിനിറ്റ് പ്രാക്ടീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു 1 മന്തിൽ എങ്ങനെ പ്രോപ്പറായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സിനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ഡൗട്ട് അടിച്ചിരിക്കുന്ന കുട്ടിയാണെങ്കിൽ സൈലത്തിൻ്റെ ക്രാഷ് പ്രോഗ്രാമായിട്ടുള്ള ഓൺലൈൻ ക്രാഷ് പ്രോഗ്രാമായിട്ടുള്ള എൻഡ് ഗെയിം നിങ്ങൾ അത്രയ്ക്കും ഹെൽപ്പ് ചെയ്യും. സൂപ്പറായിട്ട് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു പോകാം. ആൻഡ് ഫൈനൽ നീറ്റ് ആകുമ്പോഴേക്കും നമുക്ക് നല്ലൊരു റാങ്കും ഉറപ്പാക്കാം. അപ്പോൾ സൈലത്തിൻ്റെ ക്രാഷ് പ്രോഗ്രാമിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കാം. അപ്പോൾ സൂപ്പറായിട്ട് പഠിക്കും മക്കളെ. ഓൾ ദി ബെസ്റ്റ്.